ഹായ് ഫ്രണ്ട്സ്. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആവേശോജ്വലമായ ഒരു സീസൺ തന്നെയാണ് IPL കാലഘട്ടം. 20 ഓവറിലെ കരുത്തുറ്റ പ്രകടനങ്ങളുള്ള IPL 2025 18ാം സീസൺ. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IPL 2025 18ാം സീസൺ. കായിക പ്രേമികളുടെ ആരാധകരായ വിരാട് കോഹ്ലിയുടെ നമ്പറാണ് 18 അല്ലേ? ഓക്കെ, ഓർത്തിരിക്കാം. 18ാമത് സീസൺ ആയിരുന്നു IPL 2025. ഒത്തിരി ചോദ്യ മേഖലകളുള്ള ഒരു സാധ്യതയുള്ള മേഖല തന്നെയാണ് IPL എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം, ഫൈനലിലെ താരം, വിജയി ആര്, റണ്ണറപ്പ് ആര്, അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ഉണ്ടാവും. പുതിയ എൻട്രി അല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. നോക്കാം. IPL 2025 ശ്രദ്ധിച്ചിരുന്നു. കൂടപ്പോര്, സർക്കാർ ജോലി നമുക്ക് സ്വന്തമാക്കിയേ പറ്റൂ. ഓക്കെ, IPL 2025 IPL ആരംഭിക്കുന്നത് മാർച്ച് 22-നാണ്. മാർച്ച് 22 മുതൽ ജൂൺ 3 വരെയാണ് 2025. മാർച്ച് 22 മുതൽ ജൂൺ 3 വരെ. 2025 മാർച്ച് 22 മുതൽ ജൂൺ 3 വരെയാണ്. പ്രാരംഭ മത്സരവും ഫൈനൽ മത്സരവും നടക്കുന്നത് അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം അഥവാ നരേന്ദ്രമോദി സ്റ്റേഡിയം. അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം ആരുടെ പേരിൽ നാമകരണം ചെയ്തു എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ പേരിൽ, അല്ലെ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം. ലോർഡ് സ്റ്റേഡിയത്തെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായി മാറി ഇന്ത്യയുടെ സ്വന്തം അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം. അഹമ്മദാബാദിന്റെ പഴയ പേരെന്താ? അഹമ്മദാബാദിന്റെ പഴയ പേര് കർണാവതിയാണ് കേട്ടോ. അഹമ്മദാബാദിന്റെ പഴയ പേര് കർണാവതി എന്നാണ്. 1970 വരെ ഗുജറാത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? അഹമ്മദാബാദ്. നമ്മുടെ പട്ടേലിന്റെ സ്വന്തം അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിലാണ് IPLന്റെ പ്രാരംഭ മത്സരവും അവസാന മത്സരവും നടക്കുന്നത്. മാർച്ച് 22 മുതൽ ജൂൺ 3 വരെ 74 മത്സരങ്ങളാണ് ആകെ നടന്നത്. 74 മത്സരങ്ങൾ ആകെ നടന്നു. 10 ടീമുകളാണ് പങ്കെടുത്തത്. 10 ടീമുകളും 74 മത്സരങ്ങളും 10 ടീമുകളും 74 മത്സരങ്ങളും. മാർച്ച് 22 മുതൽ ജൂൺ 3 വരെ 18ാമത് സീസൺ ആണ്. 74 മത്സരങ്ങൾ നടന്നു. 10 ടീമുകളാണ്. ഓക്കെ, നോക്കാം. ആദ്യ മത്സരം RCBയും KKRും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാ? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലായിരുന്നു. ആദ്യ മത്സരം നടന്നത് 2025 മാർച്ച് 22 അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിൽ RCBയും KKRും തമ്മിലായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ആദ്യ മത്സരം ഏറ്റുമുട്ടിയത് എന്ന് തന്നെ പറയാം. ഓക്കെ, 2025 സീസണിലെ ഏറ്റവും മൂല്യമേറിയ താരം ഋഷഭ് പന്താണ്. ഓക്കെ, അത് ലക്നൗ സൂപ്പർ ജയൻസിന്റെ അമരക്കാരനായ ഋഷഭ് പന്ത്. എത്ര അദ്ദേഹത്തിന്റെ ലേലത്തുക എന്ന് ചോദിച്ചാൽ 27 കോടിയാണ്. 27 കോടിയാണ്. രണ്ടാം സ്ഥാനത്ത് അധികം പിന്നിലൊന്നുമല്ലാതെ ശ്രേയസ് അയ്യർ ഉണ്ട്. പഞ്ചാബ് കിങ്സിന്റെ അമരക്കാരൻ ശ്രേയസ് അയ്യർ 26.75 കോടി. 26.75 കോടി. ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനായ ഋഷഭ് പന്തും അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിന്റെ നായകനായ ശ്രേയസ് അയ്യറുമാണ് മൂല്യമേറിയ താരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ പങ്കിട്ടത്. ഓക്കെ അല്ലേ? ഇപ്പോ ഇതിന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ്, IPL 2025ന്റെ ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയാണ്. ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരാണ്? ടാറ്റയാണ്. ഒരുപക്ഷെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മൾ ഈ ആ പ്ലേ ഗ്രൗണ്ടിലൊക്കെ എത്തിച്ചേർന്നവരുണ്ടാവും അല്ലെ, മനസ്സുകൊണ്ട് ആവേശത്തോടെ. ഓക്കെ, യെസ്. അപ്പൊ ടൈറ്റിൽ സ്പോൺസേഴ്സ് ടാറ്റയാണ്. ഓക്കെ, ഫൈനലിൽ എത്തിയത് ആരൊക്കെയാ? RCBയും പഞ്ചാബ് കിങ്സുമായിരുന്നു. പഞ്ചാബ് കിങ്സും RCBയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടിയത്. ആരായിരുന്നു വിജയികൾ? RCBയാണ്. RCBയുടെ കന്നിക്കിരീടം. വിരാട് കോഹ്ലിയുടെ നമ്പർ എത്ര എന്ന് പറഞ്ഞു? 18ആണ്. വിരാട് കോഹ്ലിയുടെ ടീമാണ് RCB അല്ലെ. RCBയുടെ ഒരു ട്രേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ RCBയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ ആര് തന്നെയാണ്? വിരാട് കോഹ്ലി. അദ്ദേഹത്തിന്റെ കന്നിക്കിരീടം, RCBയുടെ കന്നിക്കിരീടം 18ാമത്തെ സീസൺ. അത് വളരെയധികം സന്തോഷമുള്ളത് തന്നെയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ. അപ്പോൾ RCB ആണ് 2025 IPL കിരീടങ്ങൾ നേടുന്നത്. RCB ആണ്. RCB റണ്ണറപ്പ് ആരാ? പഞ്ചാബ് കിങ്സ് ആണ്. റണ്ണറപ്പ് പഞ്ചാബ് കിങ്സ് ആണ്. RCBയുടെ ക്യാപ്റ്റൻ ആര് എന്ന ചോദ്യത്തിന് ഒരുപക്ഷെ നമ്മളെ മനസ്സിനകത്ത് ഓടി വരുന്നത് വിരാട് കോഹ്ലി ആയിരിക്കും. വിരാട് കോഹ്ലി അല്ല. കാരണം RCB എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനകത്ത് ഇങ്ങനെ വരുന്നത് RCBയുടെ ജേഴ്സിയൊക്കെ ഇട്ട് കിടിലമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വിരാട് കോഹ്ലിയെ തന്നെയാണ്. എന്നാൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി അല്ല, രജത് പടിദാർ ആണ്. ആരാണ്?
രജത് പടിദാറാണ്. RCBയുടെ ക്യാപ്റ്റൻ ആരാ? രജത് പടിദാറാണ്. RCBയുടെ ക്യാപ്റ്റൻ ആരാ? രജത് പടിദാറാണ്. പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറാണ്. ഒരിക്കൽ നമ്മൾ പറഞ്ഞതാ ഇവിടെ അല്ലെ, മൂല്യമേറിയ രണ്ടാമത്തെ താരമായ ശ്രേയസ് അയ്യറാണ് പഞ്ചാബ് കിങ്സിന്റെ അമരക്കാരൻ അഥവാ ക്യാപ്റ്റൻ. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 വ്യത്യസ്ത ടീമുകളെ ഫൈനലിൽ എത്തിച്ച ആദ്യ നായകനാണ്, ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യർ. 3 വ്യത്യസ്ത ടീമുകളെ ഫൈനലിൽ എത്തിച്ച ക്യാപ്റ്റനാണ് ആര്? ശ്രേയസ് അയ്യർ. ഇതവണ ഒട്ടും മോശമല്ലാതെ വളരെ നല്ല രീതിയിൽ വളരെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഒരു കളിക്കാരൻ തന്നെയായിരുന്നു ആര്? ശ്രേയസ് അയ്യർ. ഓക്കെ, ശ്രേയസ് അയ്യർ ആണ് പഞ്ചാബ് കിങ്സിന്റെ നായകൻ, അമരക്കാരൻ, ക്യാപ്റ്റൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞു? 3 വ്യത്യസ്ത ടീമുകളെ IPL ഫൈനലിൽ എത്തിച്ച നായകനാണ്, ക്യാപ്റ്റനാണ് പഞ്ചാബ് കിങ്സിന്റെ സ്വന്തം ശ്രേയസ് അയ്യർ ആണ്. ഓക്കെ, അപ്പൊ രജത് പടിദാർ ആരാ? RCBയുടെ ക്യാപ്റ്റനാണ് രജത് പടിദാർ. ഇപ്പൊ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് എന്നാണെന്ന് പറഞ്ഞു? ജൂൺ 3, 2025 ജൂൺ 3 അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിലായിരുന്നു. ആരൊക്കെ തമ്മിൽ? RCBയും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം നടന്നു അല്ലെ? ഓക്കെ, രജത് പടിദാറും ശ്രേയസ് അയ്യറും മുഖാമുഖം ഏറ്റുമുട്ടിയ ദിവസം RCB ആണ് വിജയിച്ചത്. ഫൈനലിലെ മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ അത് കൃണാൽ പാണ്ഡ്യയാണ്. RCBയുടെ സ്വന്തം കൃണാൽ പാണ്ഡ്യയാണ് ഫൈനലിലെ മികച്ച താരമായത്. ഓപ്ഷനിൽ കിടന്ന രോഹിത് ശർമ്മയൊന്നും എടുത്തുകൊണ്ട് വരല്ലേ കുഞ്ഞുങ്ങളെ. അപ്പൊ ഫൈനലിലെ മികച്ച താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃണാൽ പാണ്ഡ്യയാണ്. ഇദ്ദേഹത്തിന് 2025 മാത്രമല്ല ഇതിനു മുൻപ് ഒരിക്കൽ ഇദ്ദേഹം ഫൈനലിൽ മികച്ച താരമായിട്ടുണ്ട്. ഏത് വർഷം? 2017 ഫൈനലിൽ മികച്ച താരമായി RCBയുടെ കൃണാൽ പാണ്ഡ്യ വന്നിരുന്നു എന്നത് ഓർത്തിരിക്കുക. ഒന്നുകൂടെ പറയുന്നു, IPL 2025 18ാം സീസൺ 18-25 സീസൺ 2025 മാർച്ച് 22 മുതൽ ജൂൺ 3 വരെയാണ് മത്സരങ്ങൾ നടന്നത്. ആരംഭ മത്സരവും അവസാന മത്സരവും അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയത്തിൽ നടന്നു. പ്രാരംഭ മത്സരം നടന്നത് RCBയും KKRും തമ്മിലാണ്. ടോട്ടൽ 74 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 10 ടീമുകളാണ് പങ്കെടുത്തത്. ഏറ്റവും മൂല്യമേറിയ താരം ഋഷഭ് പന്താണ്. അദ്ദേഹത്തിന്റെ ടീം LSG ആണ്, ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. രണ്ടാമത്തെ താരം ശ്രേയസ് അയ്യർ പഞ്ചാബ് കിങ്സിന്റേതാണ്. ടൈറ്റിൽ സ്പോൺസേഴ്സ് ആരാ? ടാറ്റയാണ്. ഫൈനലിൽ എത്തിയത് RCBയും പഞ്ചാബ് കിങ്സുമായിരുന്നു. വിജയികൾ RCB, റണ്ണറപ്പ് പഞ്ചാബ് കിങ്സ്. RCBയുടെ ക്യാപ്റ്റൻ രജത് പടിദാർ, പഞ്ചാബ് കിങ്സിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. 3 വ്യത്യസ്ത ടീമുകളിലെ ഫൈനലിൽ എത്തിക്കാനായിട്ട് ശ്രേയസ് അയ്യറിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഫൈനലിലെ മികച്ച താരം കൃണാൽ പാണ്ഡ്യ, RCB. 2017, 2025 എന്നീ 2 വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈനലിലെ മികച്ച താരമായി കൃണാൽ പാണ്ഡ്യ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആവേശം ഒട്ടും തന്നെ ചോർന്നു പോകേണ്ട, കൂടെ പിടിച്ചോ. ഏറ്റവും കൂടുതൽ റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത് സായി സുദർശനാണ്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിന് നൽകുന്നതാണ് ഓറഞ്ച് ക്യാപ്പ്. നമ്മൾ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് ഓടത്തില്ലേ, ഓടി തളരുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കൊടുത്താൽ മതി എന്ന് അങ്ങനെ ഓർത്താൽ മതി. ഓറഞ്ച് ജ്യൂസ് കൊടുക്കുമ്പോൾ സിട്രിക് ആസിഡ് കിടക്കുമ്പോൾ കുറച്ചുകൂടെ എനർജി ആയിട്ട് ഓടാൻ പറ്റുമെന്ന് ഓർത്താൽ മതി. ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സായി സുദർശൻ, അദ്ദേഹത്തിന് ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാകുന്നു. ഗുജറാത്ത് ടൈറ്റൻസിന്റെ താരമാണ് സായി സുദർശൻ. ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹം നേടുന്നത് 759 റൺസാണ്. 759 റൺസ് നേടുന്നു സായി സുദർശൻ, ഗുജറാത്ത് ടൈറ്റൻസ്. ഇദ്ദേഹം ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കുന്നു. ഇദ്ദേഹം തന്നെയാണ് ഈ സീസണിലെ ഫാന്റസി പ്ലെയർ, അതുപോലെ തന്നെ എമർജിംഗ് പ്ലെയർ, ഫാന്റസി പ്ലെയർ ഒക്കെ ചോദിച്ചാൽ എമർജിംഗ് പ്ലെയർ എന്ന് പറഞ്ഞാൽ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് എമർജിംഗ് പ്ലെയർ അവാർഡ് എന്ന് പറയുന്നത്. മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് എമർജിംഗ് പ്ലെയിങ് അവാർഡ്. സ്വന്തമാക്കുന്നതും ആര് തന്നെയാണ്? സായി സുദർശൻ തന്നെയാണ്. ഈ സീസണിലെ മികച്ച യുവതാരം എമർജിംഗ് പ്ലെയർ അവാർഡ്, അതുപോലെ തന്നെ ഫാന്റസി പ്ലെയർ അവാർഡും സ്വന്തമാക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്വന്തം സായി സുദർശനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് നേടുന്നത് സായി സുദർശൻ. ഗുജറാത്ത് ടൈറ്റൻസ് എത്ര റൺസാ? 759 റൺസ് നേടുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശൻ. എന്നാൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടി
പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കുന്നത് പ്രസിദ്ധ് കൃഷ്ണയാണ്. ആരാണ്? പ്രസിദ്ധ് കൃഷ്ണ. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ്ധ് കൃഷ്ണ തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്നതാകട്ടെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നത് രണ്ടും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആളുകളാണ് കേട്ടോ. ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായി സുദർശനും ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ്ധ് കൃഷ്ണയുമാണ് ഓറഞ്ച് ക്യാപ്പും പർപ്പിൾ ക്യാപ്പും നേടുന്നത്. ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരം സ്വന്തമാക്കുന്നത് ഓറഞ്ച് ക്യാപ്പ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നത് പർപ്പിൾ ക്യാപ്പാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്നത് പർപ്പിൾ ക്യാപ്പാണ്. സ്വന്തമാക്കിയത് ആരാ? പ്രസിദ്ധ് കൃഷ്ണയാണ്. 25 വിക്കറ്റുകളാണ് ഇദ്ദേഹം നേടിയത്. 25 വിക്കറ്റുകൾ, 759 റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് നേടുന്നത് സായി സുദർശനും 25 വിക്കറ്റോടുകൂടെ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കുന്നത് പ്രസിദ്ധ് കൃഷ്ണ. രണ്ടുപേരും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആൾക്കാർ. രണ്ടുപേരും ആരാ? ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആൾക്കാർ തന്നെയാണ്. എന്നാൽ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ അല്ലെങ്കിൽ ടൂർണമെന്റിലെ മികച്ച താരം ആരെന്ന് ചോദിച്ചാൽ അത് സൂര്യകുമാർ യാദവ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫൈനലിലെ മികച്ച താരം അത് കൃണാൽ പാണ്ഡ്യ ആയിരുന്നു. ഫൈനലിലെ മികച്ച താരം കൃണാൽ പാണ്ഡ്യ. ആദ്യം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചു, പിന്നെ RCBക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കൃണാൽ പാണ്ഡ്യ ആയിരുന്നു ഫൈനലിലെ മികച്ച താരമെങ്കിൽ വാല്യൂബിൾ പ്ലെയർ അല്ലെങ്കിൽ ടൂർണമെന്റിലെ താരം സൂര്യകുമാർ യാദവ് ആണ്. മുംബൈ ഇന്ത്യൻസ് കളി കാണുന്നവർക്കൊക്കെ അറിയാം, സാധാരണയായിട്ട് ഇദ്ദേഹം ക്രീസിലുണ്ടെങ്കിൽ ഒരു ആവേശം തന്നെയാണ്, ഒരു പ്രതീക്ഷ തന്നെയാണ് സൂര്യകുമാർ യാദവ് 2020 ക്രിക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ വാല്യൂബിൾ പ്ലെയർ അല്ലെങ്കിൽ ടൂർണമെന്റിലെ താരം ആരെന്ന് ചോദിച്ചാൽ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവാണ്. അത്രയും കാര്യം ഒന്നുകൂടെ പറയട്ടെ. സായി സുദർശൻ, പ്രസിദ്ധ് കൃഷ്ണ, സൂര്യകുമാർ യാദവ്, കൃണാൽ പാണ്ഡ്യ, പേരുകളൊന്ന് ഓർത്തിരിക്കാമല്ലോ. സായി സുദർശൻ എന്താ കിട്ടി? ഏറ്റവും കൂടുതൽ റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കി. പ്രസിദ്ധ് കൃഷ്ണ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടി പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കുന്നു. ടൂർണമെന്റിലെ താരം അഥവാ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ ആരാന്ന് ചോദിച്ചാൽ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവാണ്. ഈ 2025 18ാമത് IPL സീസണിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരാണ് അഭിമാന താരമായ 14കാരനായ വൈഭവ് സൂര്യവംശി. 14ാം വയസ്സിലല്ലേ ഇന്ത്യൻ IPLന്റെ ചരിത്രത്തിന്റെ ഭാഗമായ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു ഇന്ത്യൻ താരമാണ് ആര്? വൈഭവ് സൂര്യവംശി. IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി. 14ാം വയസ്സിലാണ് കളിക്കുന്നത് അല്ലേ. അപ്പോൾ IPL കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അതുപോലെ തന്നെ T20യിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരം. ഇന്ത്യൻ T20യിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈഭവ് സൂര്യവംശിയാണ്. എത്ര ബോളില്ല? 35 ബോളിലാണ് സെഞ്ചുറി സ്വന്തമാക്കുന്നത്. അടിപൊളിയല്ലേ? 35 ബോളിലാണ് സെഞ്ചുറി സ്വന്തമാക്കുന്നത്. എന്നാൽ ഈ റെക്കോർഡ് ഇപ്പോഴും ആരുടെ പേരിലെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിലിന്റെ പേരിലാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ വെടിക്കെട്ട് വീരനായ ക്രിസ് ഗെയിലിന്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ആ റെക്കോർഡ്. ഏറ്റവും വേഗതയേറിയ T20 സെഞ്ചുറി എത്ര ബോൾ? 30 ബോളിൽ സ്വന്തമാക്കി ക്രിസ് ഗെയിൽ. 35 ബോളിൽ സ്വന്തമാക്കുന്നു ആര്? വൈഭവ് സൂര്യവംശിയാണ്. ഇദ്ദേഹം ആ കളിയിൽ 38 ബോളുകൾ 101 റൺസാണ് സ്വന്തമാക്കുന്നത്. 38 ബോളുകൾ ഫേസ് ചെയ്യുന്നു, അത് 101 റൺസുകളോടുകൂടെയാണ് ആ ഒരു നേട്ടത്തിലേക്ക് വൈഭവ് സൂര്യവംശി എത്തി എന്നുള്ളതാണ്. അപ്പോൾ വൈഭവ് സൂര്യവംശി ഏറ്റവും IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, T20യിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം, ഏറ്റവും വേഗതയേറിയ T20യിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം. ലോകത്തിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 2ാം താരമാകുന്നു. 1ാമത്തെ സ്ഥാനം ആർക്ക്? ക്രിസ് ഗെയിലാണ്. 30 ബോളിലാണ്. വൈഭവ് സൂര്യവംശി ആണെങ്കിലോ 35. അതുപോലെ തന്നെ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ ആരെന്ന് ചോദിച്ചാലും വൈഭവ് സൂര്യവംശിയാണ്. സ്ട്രൈക്കർ ഓഫ് ദ സീസൺ ആരെന്ന് ചോദിച്ചാൽ ആരാ? ഇത്രയും കിടിലം പ്രകടനം കാഴ്ചവെച്ച വൈഭവ് സൂര്യവംശി ആയിരിക്കത്തില്ലേ സ്ട്രൈക്കർ? അടിപൊളിയല്ലേ? അപ്പൊ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശി. കായികമല്ലേ, സ്പോർട്സ് മേഖലയിലെ മാർക്ക് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വേണ്ട, ആവേശത്തോടെ പടിയെന്ന് മാർക്ക് ഇങ്ങ് കൂടെ പോരും, ഒപ്പം സർക്കാർ ജോലിയും. അപ്പൊ വൈഭവ് സൂര്യവംശി സ്ട്രൈക്കർ ഓഫ് ദ സീസൺ. ഇദ്ദേഹം ഫേസ് ചെയ്ത ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വൈഭവ് സൂര്യവംശി ഫേസ് ചെയ്ത ഫസ്റ്റ് ബോൾ തന്നെ എന്തായിരുന്നു? 6. കിട്ടില്ല, ഇത് 6 തൂക്കിക്കൊണ്ടാണ് പയ്യന്റെ എൻട്രി എന്നുള്ള കാര്യം ഓർത്തോ കേട്ടോ. ഓക്കെ, അപ്പൊ വൈഭവ് സൂര്യവംശി
വൈഭവ് സൂര്യവംശി ഏത് ടീമാ? വൈഭവ് സൂര്യവംശി അത് രാജസ്ഥാൻ റോയൽസ് ആണ് അല്ലെ. RRന്റെ സ്വന്തം താരമാണ്. രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് വൈഭവ് സൂര്യവംശി. മലയാളിയായ സഞ്ജു സാംസൺ അമരക്കാരനായ രാജസ്ഥാൻ റോയൽസിൽ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന താരമാണ് ആര്? വൈഭവ് സൂര്യവംശി. രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശി. ഓക്കെ അല്ലേ? വൈഭവ് സൂര്യവംശിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി കാണുമല്ലോ. ഓക്കെ, അടുത്ത മറ്റൊരു മലയാളിയെ കുറിച്ച് പറയുന്നു, വിഘ്നേഷ് പുത്തൂർ. ഓൾറെഡി നമ്മളെ ലാബ് അസിസ്റ്റന്റിനും കണ്ടോ ചോദിച്ചൊരു ചോദ്യമാണ് വിഘ്നേഷ് പുത്തൂർ. മുംബൈ ഇന്ത്യൻസിന്റെ വിഘ്നേഷ് പുത്തൂർ, മലപ്പുറം സ്വദേശി, മലപ്പുറത്തുകാരൻ മലയാളിയായ വിഘ്നേഷ് പുത്തൂർ, മുംബൈ ഇന്ത്യൻസ്. അടിപൊളി അല്ലേ? മലപ്പുറം മലയാളി, മുംബൈ ഓക്കെ, അത് മായിൽ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ മലപ്പുറത്തുകാരൻ മലയാളിയായ മുംബൈ ഇന്ത്യൻസ് താരമാണ് വിഘ്നേഷ് പുത്തൂർ. എന്താ പ്രത്യേകത? അരങ്ങേറ്റ മത്സരത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാം. അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് സ്വന്തമാക്കി. അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റുകൾ സ്വന്തമാക്കിയ മലയാളി താരമാണ് വിഘ്നേഷ് പുത്തൂർ. 2025 18ാമത് IPL സീസണിൽ അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. ഏത് ടീമിനെതിരെയാ? CSKക്കെതിരെ, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് പേഴ്സണലി എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ഞാൻ CSKയുടെ ആളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യങ്ങൾക്ക് എന്തായാലും ചോദ്യം നമ്മൾ പഠിച്ചല്ലേ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ വിഘ്നേഷ് പുത്തൂർ, മുംബൈ ഇന്ത്യൻസിന്റെ മലപ്പുറംകാരനായ മലയാളിയായ വിഘ്നേഷ് പുത്തൂർ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 3 വിക്കറ്റ്. അത് ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ, ഏത് ടീമുമായി മല്ലിട്ടപ്പോഴാണെന്ന് ചോദിച്ചാൽ, അത് ശക്തരായ കരുത്തരായ CSKക്ക് എതിരെയാണ്, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോയിന്റ് ശ്രദ്ധിച്ചോ. മികച്ച ക്യാച്ച് നേടിയത് ആരാന്ന് ചോദിച്ചാൽ, കൂട്ടത്തിലൊരു വരത്തൻ വന്നായിരുന്നു കേട്ടോ. ഒരു വിദേശി ഇങ്ങ് കയറി വരുന്നുണ്ട്. മികച്ച ക്യാച്ച് കമീന്ദു മെൻഡിസ് ആണ്. മെൻഡിസ് എന്ന് ഓർത്താലും മതി കേട്ടോ. ശ്രീലങ്കക്കാരനായ കമീന്ദു മെൻഡിസ് ആണ് മികച്ച ക്യാച്ച് എടുത്തത്. അത് ഏത് ടീമിന്റെ താരം എന്ന് ചോദിച്ചാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ കമീന്ദു മെൻഡിസിൻ്റെതാണ് മികച്ച ക്യാച്ച്. ആരുടേതാ? ശ്രീലങ്കൻ താരമായ അല്ലെങ്കിൽ SRHന്റെ ഭാഗമായ ശ്രീലങ്കക്കാരനായ കമീന്ദു മെൻഡിസ് ആണ് ഒരു കിടിലൻ ക്യാച്ച് എടുത്തത്. ഓക്കെ, 2024 വിജയി ആരാ? IPL വിജയികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SRH ആയിരുന്നു അല്ലെ, സൺറൈസേഴ്സ് ഹൈദരാബാദ് ആയിരുന്നു 2024 വിജയികൾ. അവിടുത്തെ റണ്ണറപ്പ് ആരായിരുന്നു? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. 24 വിജയികള് സൺറൈസേഴ്സ് ഹൈദരാബാദും റണ്ണറപ്പ് KKR ആയിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇപ്പോഴും വളരെ പ്രതീക്ഷയോടെ കളിച്ചു തുടങ്ങി, പക്ഷെ ഫൈനലിൽ എത്തിയില്ല. യെസ്, അപ്പോൾ എന്താണ്? വളരെ മോശം പ്രകടനമായിരുന്നു അല്ലേ? ഓക്കെ, ആരാധകരുണ്ടോ കൂട്ടത്തിൽ? ഓക്കെ, ആരാധകരുണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, അപ്പോൾ SRH അല്ലെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ കമീന്ദു മെൻഡിസ് ആണ് ഏറ്റവും മികച്ച ക്യാച്ച് നേടിയത്, ഏറ്റവും മികച്ച ക്യാച്ച് സ്വന്തമാക്കിയത്. 2024 വിജയികൾ SRH ആയിരുന്നു. റണ്ണറപ്പ് KKR, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ആയിരുന്നു. ഓക്കെ, ഫെയർ പ്ലേ അവാർഡ് നേടിയത് CSK ആണ്. ഫെയർ പ്ലേ അവാർഡ് നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ഫെയർ പ്ലേ അല്ലെ, MS മഹേന്ദ്ര സിംഗ് ധോണിയുടെ സ്വന്തം ടീമായ തലൈവരായ CSK ആണ് ഫെയർ പ്ലേ അവാർഡ് നേടിയത്. ഓക്കെ, ഫെയർ പ്ലേ അവാർഡ് നേടിയത്. അപ്പോൾ CSK കുറിച്ച് പറയുമ്പോൾ എന്ത് പറയാം? നമുക്ക് ഏറ്റവും കൂടുതൽ IPL കിരീടം നേടിയ 2 ടീമുകളാണ് CSK, മുംബൈ ഇന്ത്യൻസ്. 5 കിരീടങ്ങൾ വീതം സ്വന്തമാക്കി. മുൻപന്തിയിൽ ആരൊക്കെ ഉണ്ട്? ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ഉണ്ട്. ഏറ്റവും കൂടുതൽ IPL കിരീടങ്ങൾ സ്വന്തമാക്കിയ ടീം CSKയും മുംബൈ ഇന്ത്യൻസുമാണ്. ഓക്കെ, ഇനി വിജയികൾക്ക് നൽകുന്ന ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം, വിജയികൾക്ക് നൽകുന്നത് എത്ര? അവരുടെ സമ്മാന തുക എത്രയാണ്? റണ്ണറപ്പിന് കൊടുക്കുന്നത് എത്രയാണ്? വിജയികൾക്ക് നൽകുന്നത് 20 കോടിയാണ്. 20 കോടി നിസ്സാരമായ തുകയാണ്. 20 കോടി കേട്ടോ. 20 കോടി. എന്നാൽ റണ്ണറപ്പിന് കൊടുക്കുന്നത് 12.5 കോടിയാണ്. 12.5 കോടി. അപ്പൊ 20 കോടി സ്വന്തമാക്കി RCBയും 12.5 കോടി സ്വന്തമാക്കി ശ്രേയസ് അയ്യറിന്റെ സ്വന്തം ടീമും എത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ വിജയികൾക്ക് നൽകുന്നത് 20 കോടിയും അതുപോലെ തന്നെ റണ്ണറപ്പ് ലഭ്യമാകുന്നത് 12.5 കോടിയും 12.5 കോടിയുമായിരുന്നു. ഓക്കെ, ഫൈനൽ നടന്നത് അഹമ്മദാബാദിലെ മുട്ടൈറ സ്റ്റേഡിയം ആയിരുന്നെങ്കിലും ഫൈനലിലെ ആഘോഷ ചടങ്ങുകൾ നടന്നത് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അവിടെ നമ്മൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട കാര്യം, വളരെ ആവേശോജ്വലമായി നടന്ന ഒരു IPL-നൊടുവിൽ സങ്കടകരമായ ഒരു വസ്തുത കൂടെ അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. 3 ലക്ഷത്തോളം ആരാധകരെത്തിയ ആ ഒരു ചടങ്ങിൽ ഏകദേശം 11ഓളം പേര് ആ തിക്കിലും തിരക്കിലും പെട്ട് അന്തരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ ഒരു വസ്തുതയായിരുന്നു. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. അത് ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം ആയിരുന്നു അതിന്റെ വേദി. ഓക്കെ, ഒരിക്കൽ കൂടെ ഞാൻ ഈ സെറ്റ് ഒന്ന് പറയാം. അപ്പം ഏറ്റവും കൂടുതൽ റൺസ് നേടി ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയത്
ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്വന്തം സായി സുദർശൻ 759 റൺസ് നേടുന്നു. യെസ്, അദ്ദേഹം തന്നെയാണ് ഫാന്റസി പ്ലെയർ, മികച്ച യുവതാരമായിട്ടുള്ള ആ ഒരു പുരസ്കാരം ലഭ്യമാകുന്ന എമർജിംഗ് പ്ലെയറും ഇദ്ദേഹം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്, അതായത് 25 വിക്കറ്റ് നേടി ഗുജറാത്ത് ടൈറ്റൻസിന്റെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ പർപ്പിൾ ക്യാപ്പ് സ്വന്തമാക്കി. മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവ് ടൂർണമെന്റിലെ മികച്ച താരമായി അല്ലെങ്കിൽ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആയി മാറുന്നു. വൈഭവ് സൂര്യവംശി IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതുപോലെ തന്നെ T20 സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, ഏറ്റവും കുറഞ്ഞ റൺസിൽ സെഞ്ചുറി നേടിയ ഇന്ത്യക്കാരൻ അല്ലെ, അങ്ങനെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ T20 ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരം. ഒന്നാമത്തെ താരം ചോദിച്ചാൽ ക്രിസ് ഗെയിലാണ്, വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിലാണ്. അദ്ദേഹം 30 ബോളിൽ സ്വന്തമാക്കുന്നു. വൈഭവ് സൂര്യവംശി ആണെങ്കിലും 35 ബോളിലും. സ്ട്രൈക്കർ ഓഫ് ദ സീസൺ ആരായിരുന്നു? വൈഭവ് സൂര്യവംശി ആയിരുന്നു. യെസ്, ഇദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ താരവുമാണ്. അപ്പൊ വിഘ്നേഷ് പുത്തൂർ മുംബൈ ഇന്ത്യൻസിന്റെ താരം, മലപ്പുറം സ്വദേശി, അരങ്ങേറ്റ മത്സരത്തിൽ 3 വിക്കറ്റ് നേടി CSKക്കെതിരെ. മികച്ച ക്യാച്ച് ശ്രീലങ്കക്കാരനായ കമിന്ദു മെൻഡിസ് ആണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരം. 2024 വിജയികൾ SRH സൺറൈസേഴ്സ് ഹൈദരാബാദും, എന്നാൽ റണ്ണറപ്പ് KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിരുന്നു. ഓക്കെ, ഫെയർ പ്ലേ അവാർഡ് സ്വന്തമാക്കി CSK തൽക്കാലം തൃപ്തിയടേണ്ടതായി വന്നു എന്നുള്ളതാണ്. യെസ്, ഓക്കെ, അപ്പോൾ CSKയും മുംബൈ ഇന്ത്യൻസും 5-5 കിരീട വീതം സ്വന്തമാക്കി മുൻപന്തിയിൽ തന്നെ നിൽപ്പുണ്ട്. യെസ്, വിജയികൾ 20 കോടി സ്വന്തമാക്കുമ്പോൾ റണ്ണറപ്പ് നേടിയതാകട്ടെ 12.5 കോടിയുമാണ്. അപ്പോൾ ഇത്രയുമൊക്കെ തന്നെയാണ് ഒരു PSC പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അടുത്ത IPL സീസണിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഒപ്പം വരുന്ന പരീക്ഷകളൊക്കെ ആവേശോജ്വലമായി തന്നെ എഴുതുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.